അച്ഛേ ആ അച്ഛൻ എന്നാ എടുക്കുവാ? ചെറിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മലയാളത്തിലോ അതോ ഇംഗ്ലീഷിലോ? മലയാളത്തിൽ. ഇംഗ്ലീഷിലുള്ള കീബോർഡ് അച്ഛൻ എങ്ങനെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നത്? ഇംഗ്ലീഷിലുള്ള കീബോർഡ് അച്ഛൻ എങ്ങനെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നത്? ആ അതാ അച്ഛൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയണോ? ആ ഇംഗ്ലീഷിലുള്ള കീബോർഡിൽ മലയാളം ടൈപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയണോ? പറഞ്ഞു തരട്ടെ? ആ മനസ്സിലാവുമോ? ആ പഠിക്കുമോ? ആ എന്നാൽ അച്ഛ ഇംഗ്ലീഷിലുള്ള കീബോർഡിൽ മലയാളം ടൈപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഹായ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഗ്രാഫിക് ഡിസൈനർമാർ എങ്ങനെയാണ് ഫോട്ടോഷോപ്പ്, അതുപോലെ തന്നെ ഇല്ലുസ്ട്രേറ്റർ, കോറൽ ഡ്രോ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിലേക്ക് മലയാളം നേരിട്ട് ടൈപ്പ് ചെയ്ത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്. നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം, നമ്മുടെ മൊബൈലിനകത്താണെങ്കിൽ മലയാളം ടൈപ്പിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇനി കൈകൊണ്ട് വേണമെങ്കിൽ എഴുതാം. പക്ഷേ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ അതുപോലെയുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ മലയാളം ഫോണ്ടുകൾ അല്ലെങ്കിൽ മലയാളം ലെറ്ററുകൾ എങ്ങനെയാണ് നേരിട്ട് നമ്മുടെ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നത്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ മലയാളം ടൈപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. നമുക്ക് ഫോണിനകത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് എഴുതി വെക്കാം. പക്ഷേ നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ ശകലം ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡ് ഇംഗ്ലീഷിലാണ്, അതിൽ ലെറ്ററുകൾ കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ മലയാള അക്ഷരങ്ങൾ തപ്പി പിടിക്കാമെന്ന് വെച്ചാൽ അതിനകത്ത് മലയാളം അക്ഷരങ്ങളില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മലയാളത്തിലെ 56 അക്ഷരങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ കൂട്ടക്ഷരങ്ങളുണ്ട്, ചില്ലക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, ഇവയെല്ലാം നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫോട്ടോഷോപ്പിലേക്ക് ലെറ്ററുകൾ ടൈപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. അതിലൊന്ന് ക്യാരക്ടർ മാപ്പ് ഉപയോഗിച്ച് അക്ഷരങ്ങൾ തപ്പിപ്പെറുക്കിയെടുത്ത് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു രീതി. പിന്നൊരു രീതി ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്ന ടൈപ്പിറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാം മലയാളം. പിന്നെ വളരെ മുമ്പ് കാലം മുതൽ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനർമാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ISM എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് മലയാളം ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിന്ന് ISM ഉപയോഗിച്ച് ഫോട്ടോഷോപ്പിലേക്ക് നേരിട്ട് എങ്ങനെ കീബോർഡ് ഉപയോഗിച്ച് മലയാളം ടൈപ്പ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയാണ് ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ISM എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി. അതിൻ്റെ സ്ക്രിപ്റ്റ്, അതായത് 1, 2, 3, 4, 5 ഓപ്ഷൻസാണ് അവിടെ മുകളിലുള്ളത്. അതിൽ രണ്ടാമത്തെ ഓപ്ഷനായി സ്ക്രിപ്റ്റിൽ ചെന്നിട്ട് അവിടെ ഒരുപാട് ഭാഷകൾ എഴുതിയിട്ടുണ്ട്. ദേവനാഗരി, ബംഗാളി, തമിഴ്, തെലുങ്കു, ആസാമി, ഒറീസിയ, കന്നഡ, മലയാളം, ഗുജറാത്തി, പഞ്ചാബി, സാൻസ്ക്രിത്, അങ്ങനെ ഒരുപാട് ഭാഷകൾ എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ മലയാളം എന്നുള്ളത് ഇനേബിളാക്കി കൊടുക്കുക. പിന്നെ സെറ്റിങ്സിൽ വന്നിട്ട് സ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ച് എന്നുള്ളത് ക്യാപ്സ് ലോക്ക് എന്നാക്കി കൊടുക്കുക, ഈ കിടക്കുന്നത് പോലെ. പിന്നെ അത് മിനിമൈസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ടൈപ്പ് ടൂളിൽ വന്ന് അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ ഫോണ്ട് സെലക്ഷൻ ഉണ്ട്. ഈ ഫോണ്ട് സെലക്ഷനിൽ വന്ന് നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ
MLTT ഫോണ്ടുകളാണ് സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ MLTT ഫോണ്ട് തന്നെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഇതുപോലെ ഞാനിവിടെ MLTT ആതിര സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്വരാക്ഷരങ്ങളാണ് നോക്കുന്നത്. സ്വരാക്ഷരങ്ങളെന്ന് പറഞ്ഞാൽ ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങൾ. ആ ഇ തുടങ്ങി ആ മുതൽ അം വരെ അവസാനിക്കുന്ന അക്ഷരങ്ങളാണ് നമ്മളിന്ന് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വളരെ വേഗം ടൈപ്പ് ചെയ്ത് പോകാം ഈ ISM ഉപയോഗിച്ചുകൊണ്ട്. അത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കീബോർഡ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ വളരെ വേഗം നമുക്ക് നേരിട്ട് ഫോട്ടോഷോപ്പിലേക്ക് മലയാളം ടൈപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിനി എങ്ങനെയാണ് ഈ അക്ഷരങ്ങൾ നമ്മുടെ കീബോർഡിൽ ടൈപ്പ് ചെയ്തപ്പോൾ, അതായത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പ്രസ് ചെയ്തപ്പോൾ എങ്ങനെയാണ് മലയാളം ഫോണ്ടുകൾ നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് വന്നത് എന്ന് ഞാൻ കാണിച്ചു തരികയല്ല, ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ആദ്യത്തെ ലെറ്റർ ആ വന്നു. ആ എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കീബോർഡിൽ Shift+D, അതായത് ഞാൻ കാണിച്ചു തരാം. Shift+D പ്രസ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ആ എന്ന് പറയുന്ന അക്ഷരം കിട്ടും. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. Shift+D, അപ്പോൾ ഇതുപോലെ ആ വരും. ഇനി അടുത്ത അക്ഷരം ആ എന്ന് പറയുന്നത് ഈ ഡിയുടെ തൊട്ട് മേളിലുള്ള Shift+E പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആ എന്ന് പറയുന്ന രണ്ടാമത്തെ അക്ഷരം കിട്ടും. എങ്ങനെ? Shift+D പ്രസ് ചെയ്താൽ ആ, Shift+E പ്രസ് ചെയ്താൽ ആ. അതുപോലെ മൂന്നാമത്തെ അക്ഷരം Shift+F പ്രസ് ചെയ്യുമ്പോൾ ഈ Shift+F, അതായത് ഞാൻ കാണിച്ചു തരാം. Shift+F പ്രസ് ചെയ്താൽ ഇതുപോലെ ഇ എന്ന് പറയുന്ന ലെറ്റർ കിട്ടും. അടുത്തത് Shift+R പ്രസ് ചെയ്താൽ ഇതുപോലെ ഇ എന്ന് പറയുന്ന ലെറ്റർ കിട്ടും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. Shift+D ആ, Shift+E ആ, Shift+F ഇ, Shift+R ഇ. അടുത്തത് ഉ എന്ന് പറയുന്നത് Shift+G. അടുത്തത് Shift+T. ശ്രദ്ധിക്കുക, Shift+G പ്രസ് ചെയ്താൽ ഊ കിട്ടും, Shift+T പ്രസ് ചെയ്താൽ ഊ കിട്ടും. ഞാൻ കീബോർഡിലൊന്ന് കാണിച്ചു തരാം. Shift+G പ്രസ് ചെയ്താൽ ഊ, Shift+T പ്രസ് ചെയ്താൽ ഊ. അടുത്തത് ഈറുവിന് നമ്മുടെ ഈ ഷിഫ്റ്റും ഈ പ്ലസ്സും പ്രസ് ചെയ്താൽ ഈറു എന്ന് പറയുന്ന അക്ഷരം നമുക്ക് കിട്ടും.
ശ്രദ്ധിക്കുക, ഈ ഷിഫ്റ്റ് ഈ ബാക്ക് സ്പേസിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഈ പ്ലസ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്താൽ ഈറു എന്ന് പറയുന്ന അക്ഷരം നമുക്ക് കിട്ടും. അടുത്തത് ഷിഫ്റ്റ് ഇസഡ് പ്രസ് ചെയ്താൽ എ, ഷിഫ്റ്റ് ഇസഡ് പ്രസ് ചെയ്താൽ എ നമുക്ക് കിട്ടും. ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്താൽ എ, ഷിഫ്റ്റ് ഇസഡ് പ്രസ് ചെയ്താൽ എ, ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്താൽ എ, ഷിഫ്റ്റ് ഡബ്ല്യു ഐ, ഷിഫ്റ്റ് ഡബ്ല്യു ഐ. ഇനിയാണ് ഒ എന്ന് പറയുന്ന സാധനം. ഒ എന്ന് പറയുന്ന അക്ഷരം കിട്ടാനായിട്ട് അത് ഞാൻ കീബോർഡിൽ തന്നെ കാണിച്ചു തരാം, എന്നാലേ മനസ്സിലാവുകയുള്ളൂ. ഈ ഷിഫ്റ്റും ഇങ്ങനൊരു ചിഹ്നം ഇടത് സൈഡിൽ ഉണ്ട്. അത് രണ്ടും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്താൽ നമുക്ക് ഒ എന്ന് പറയുന്ന അക്ഷരം കിട്ടും. ഒന്നുകൂടെ കാണിച്ചു തരാം. ഷിഫ്റ്റ് ഈ എസ്കേപ്പ് ബട്ടൻ്റെ താഴെ കിടക്കുന്നത് ഇങ്ങനൊരു ചിഹ്നം, ഇത് രണ്ടും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്താൽ നമുക്ക് ഒ കിട്ടും. നമ്മുടെ ആ കീയുടെ പേര് ടിൽഡ് കീ. നമ്മളങ്ങനെ പെട്ടെന്ന് ടിൽഡ് കീ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒ വരെയായി. ഷിഫ്റ്റ് പ്ലസ് ടിൽഡ് കീ അടിക്കുമ്പോൾ നമുക്ക് ഒ കിട്ടും. പിന്നെ ഷിഫ്റ്റ് എ പ്രസ് ചെയ്താൽ ഒ, ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒ എന്ന് പറയുന്ന അക്ഷരം കിട്ടും. ഷിഫ്റ്റ് ക്യൂ പ്രസ് ചെയ്താൽ ഔ, ഷിഫ്റ്റ് ക്യൂ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഔ കിട്ടും. പിന്നെ നമ്മൾ വീണ്ടും നമുക്ക് അമ്മാണ് വേണ്ടത്. അമ്മന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്ത പോലെ ഷിഫ്റ്റ് ഡി അടിക്കുക, വീണ്ടും ഒരു എക്സ് കൂടി അടിക്കണം. ഞാൻ കാണിച്ചു തരാം. ഷിഫ്റ്റ് ഡി അടിക്കുമ്പോൾ നമുക്ക് കിട്ടി. അതിൻ്റെ കൂടെ ഒരു എക്സും കൂടെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്ന അക്ഷരം നമുക്ക് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോക്കുക. ഷിഫ്റ്റ് ഡി അവിടുന്ന് കൈയെടുത്തു, ഒരു എക്സും കൂടെ അടിച്ചാൽ എന്ന് പറയുന്ന അക്ഷരം നമുക്ക് കിട്ടി. ഇനി ഏറ്റവും അവസാനത്തെ അക്ഷരം വീണ്ടും പഴയ പോലെ തന്നെ ഷിഫ്റ്റ് ഡി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ലെറ്ററുകളും ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. ഷിഫ്റ്റ് ഡി ഷിഫ്റ്റ് ഇ ഷിഫ്റ്റ് എഫ് ഇ, ഷിഫ്റ്റ് ആർ ഇ, ഷിഫ്റ്റ് ജി ഉ, ഷിഫ്റ്റ് ടി ഉ, ഷിഫ്റ്റ് ബാക്ക് സ്പേസിൻ്റെ സൈഡിലുള്ള പ്ലസ് ഈറു, ഷിഫ്റ്റ് ഇസഡ് എ, ഷിഫ്റ്റ് എസ് എ, ഷിഫ്റ്റ് ഡബ്ല്യു ഐ, ഷിഫ്റ്റ് ടിൽഡ് കീ ഒ, ഷിഫ്റ്റ് എ ഒ, ഷിഫ്റ്റ് ക്യൂ ഔ, ഷിഫ്റ്റ് ഡി എക്സ് ഷിഫ്റ്റ് ഡി അപ്പോൾ ഇത്രയാണ് സ്വരാക്ഷരങ്ങൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് സ്വരാക്ഷരങ്ങളാണ് നോക്കിയത്. വരും ദിവസങ്ങളിൽ നമുക്ക് മറ്റുള്ള അക്ഷരങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് കായ്ക്ക ഉണ്ട്, അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്, ചില്ലക്ഷരങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ക്ലിക്ക് ടു പിക്ക്
എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, ലൈക്ക് ചെയ്യുക. ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്, ഞാനും പറഞ്ഞു എന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർ ചെയ്യുക. അപ്പോൾ